നമ്മുടെ മക്കൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കൈകളിലെടുത്ത് നമ്മൾ വളർത്തിയ മക്കൾ അവർ ലഹരിക്ക് അടിമപ്പെട്ട് മദ്യപിച്ച് ആളുകൾ വേദനയുള്ള, പറയാൻ പോലും പറ്റാത്ത, കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് മലയാളി വീടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ നൊന്തുപറ്റ ഉമ്മയുടെ അരികിൽ ചെന്ന് പറയും, എനിക്ക് പണം തരണം, പൈസ തന്നിട്ടില്ലെങ്കിൽ ഞാൻ തല്ലും, ഞാൻ ഈ വീട് അടിച്ചു പൊളിക്കും. ചെറിയ കുട്ടികളാണ് ഒച്ചയെടുക്കുന്നത്. എന്തിനു വേണ്ടി? മദ്യപിക്കാൻ വേണ്ടി, ലഹരി ലഭിക്കുന്നതിന് വേണ്ടി. ഏത് മതമുള്ളവനും മതമില്ലാത്തവനും ഒരേ സ്വരത്തോടു കൂടി പറയുന്ന കാര്യമാണ്, എങ്ങനെ ഇത് നന്നാക്കിയെടുക്കാൻ കഴിയും? നന്നാക്കിയെടുക്കണോ, സമൂഹം മാറണോ, അതിനുള്ള വഴി വിശ്വാസം നന്നാക്കലാണ്. അതല്ലാതെ വഴിയില്ല, അതല്ലാതെ ജനങ്ങൾ മാറുകയില്ല. മദ്യം നിങ്ങൾ ഗവൺമെന്റ് ഒന്നാകെ നിരോധിച്ചു വിചാരിക്കാൻ, ആളുകൾ പോയി കള്ളവാറ്റുണ്ടാക്കും, ആളുകൾ വേറെ വഴി കണ്ടെത്തും. മയക്കുമരുന്നിലും ലഹരികളിലും വ്യത്യസ്തങ്ങളായ പേരുകൾ നൽകപ്പെടുന്ന ഓരോ പുതിയ ഡ്രഗുകളിലും അടിമപ്പെടുന്ന കുട്ടികൾ, അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗം എന്താണ് എന്നത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 1400 വർഷങ്ങൾക്ക് മുൻപ് സമാനമായ പ്രശ്നം നേരിട്ട ഒരു നാടുണ്ടായിരുന്നു. അറേബ്യയിലെ മക്കയാണ്. മക്കയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിലും കാണപ്പെടാത്ത രൂപത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട, അതിലേക്ക് പരിപൂർണമായി കൂപ്പുകുത്തിയ ഒരു വലിയ സമൂഹത്തെ നിങ്ങൾക്ക് മക്കയിൽ കാണാൻ സാധിക്കും. ലഹരി അവരെ ശക്തമായി ബാധിച്ചിരുന്നു. ആ സമൂഹത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഒരാൾ പോലും പറയില്ല ഈ നാട് അവർ മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വടിയുണ്ട് എന്ന് ആ കാലഘട്ടത്തിൽ ഒരാൾക്കും പറയാൻ കഴിയില്ല. രാവിലെ മുതൽ രാത്രി വരെ മദ്യത്തിൽ നിറഞ്ഞാടിയിരുന്ന ഒരു സമൂഹം, അവരെ കുറച്ചു വർഷങ്ങൾക്കപ്പുറം നോക്കിയാൽ നിങ്ങൾ കാണുന്നത് ആ സമൂഹം അതാ ഒന്നടങ്കം അവരുടെ മദ്യ ചഷകങ്ങൾ, അവരുടെ മദ്യക്കോപ്പകൾ തകർത്തെറിയുന്നു. എങ്ങനെയാണ് ഇത് സാധിച്ചത്? എങ്ങനെയാണ് അറേബ്യയിൽ അവരുടെ വേരുകൾക്കുള്ളിലേക്ക് ഇറങ്ങിയ മദ്യം, അവരുടെ വേരുകൾക്കുള്ളിലേക്ക് ഇറങ്ങിയ ലഹരിയെ എങ്ങനെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് പരിപൂർണമായി എടുത്തു പുറത്തേക്ക് കളഞ്ഞത്? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ അവതരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ആയത്തുകളാണ്, സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന ആയത്തുകളാണ്, നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തുകളാണ്, പരലോകത്തെ കുറിച്ച് പറയുന്ന ആയത്തുകളാണ്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകളാണ്. വിശ്വാസപരമായ കാര്യങ്ങൾ അടിയുറച്ചുറപ്പിക്കുന്ന, അത് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന, മനുഷ്യന്റെ വിശ്വാസത്തെ സാംശീകരിക്കുന്ന, അതിനെ ശുദ്ധീകരിക്കുന്ന, അതിലെ മാലിന്യങ്ങളെ എടുത്തു നിൽക്കുന്ന, അതിനെ വൃത്തിയാക്കുന്ന ആയത്തുകൾ, അവയാണ് വിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതരിക്കപ്പെടുന്നത്. ഹൃദയത്തിൽ വിശ്വാസമില്ലാത്തവരോട് നിങ്ങൾ മദ്യം ഉപേക്ഷിക്കൂ എന്ന് 1000 തവണ നിങ്ങൾ പറഞ്ഞതുകൊണ്ടും കാര്യമില്ല. ഒരു സമൂഹത്തെ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ, നമ്മുടെ മക്കൾ അവർ ലഹരി വിമുക്തമായ ഒരു സമൂഹത്തിൽ വളരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആദ്യം ശരിയാക്കേണ്ടത് വിശ്വാസമാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും മക്കയിലുള്ള അറബികൾ അവരോട് ആദ്യമായി പോയി പറഞ്ഞത് ലാ തശ്റബുൽ ഖംറ, നിങ്ങൾ ഇനി മദ്യം കഴിക്കരുത് എന്നായിരുന്നു എങ്കിൽ അവർ പറയുമായിരുന്നു ലാ നദഉൽ ഖംറ അബദൻ, ഒരു കാരണവശാലും ഞങ്ങൾ മദ്യം ഉപേക്ഷിക്കില്ല.